നമ്മള് കഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പുള്ളിയും ചിരിക്കുക. നമ്മളാദ്യം വരികയും പുള്ളി കളിയാക്കണതാണോ എന്താ ഈ പരിപാടി, പുള്ളി ചിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആണോ അതോ, അതായത് ശരിക്കും നാച്ചുറലായിട്ട് നമ്മുടെ നിവിന്റെ ചിരിയില്ലേ, അതായത് ഇത് പൊട്ടിച്ചിരിക്കുന്നു, അതായത് കോമഡി കേട്ടിട്ട് ചിരിക്കുന്നത്. നമ്മള് എനിക്ക് ഭയങ്കര ഇതായി. അത് കഴിഞ്ഞിട്ടാണ് കേടാ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിയാണ് പുള്ളി ആക്കണതല്ല സംഭവം. പുള്ളിക്ക് ഓരോ സീൻസും പുള്ളിയെ ജെന്യൂൻ ഇതേ സാധനം തന്നെയാണ് സിനിമയിൽ. ഹലോ ഡിജോ ബ്രോ. യെസ് ബ്രോ, വാട്ട്സ് അപ്പ്? ഓൾ ഗുഡ്, ഓൾ ഗുഡ്. എങ്ങനെയുണ്ട് ഇതിപ്പോ? കുറച്ച് കണ്ടിട്ട് ടയർഡ് ആയിട്ടിരിക്കണ്ടല്ലോ. അല്ലേ, നമ്മുടെ മിക്സും പരിപാടിയും അതിന്റെ ഒക്കെ ഓട്ടത്തിലാണ്. ഫൈനൽ മിക്സും പരിപാടീസ് ഒക്കെ ഫോർ മലയാളി ഫ്രം ഇന്ത്യ. അതറിയാം. അല്ല, പക്ഷെ ഈ മിക്സ് കഴിയണ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോഷൻ വർക്ക് തുടങ്ങിയിട്ടില്ല, ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞു. ഇതിനിടയ്ക്കുള്ള ഒരു പീരീഡ് എങ്ങനെയാണ്? നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാം തീർന്നു, അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ഈ സ്റ്റേജ് ഒരു ഭയങ്കര ഒരു സീരിയസ് സ്റ്റേജാണ്. അതായത് എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മിക്സിന് കയറി കഴിയുമ്പോൾ അവിടെ മ്യൂസിക്കലി നമ്മൾ ചെയ്യുന്ന കുറെ ജെയ്ക്സ് ചെയ്ത കുറെ സാധനങ്ങൾ നമ്മൾ അവിടെ ആക്ച്വലി ഈ പറഞ്ഞ തിയേറ്ററിൽ നമ്മൾ ഇട്ട് കാണുമ്പോണ്ടല്ലോ, അവിടെയാണ് ആക്ച്വലി സിനിമയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് എന്ന് നമുക്ക് ഉറപ്പ് വരും. അപ്പൊ ഈ സ്റ്റേജ് സത്യം പറഞ്ഞാൽ ഷൂട്ടും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു, ഇനി ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ പ്രോസസ്സും കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ഫോർ ദ ഫിലിം. അപ്പൊ ആ സ്റ്റേജ് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനാണ്. കാര്യം ഇനിയിപ്പോ വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ്, കൗണ്ട് ഡൗൺ പോലെ. ഏത് തിയേറ്ററിക്കൽ റിലീസ് ഒരാഴ്ച 10 ദിവസം മാക്സിമം. 10 ദിവസത്തിനുള്ളിൽ ഇനി എന്തും സംഭവിക്കാം. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പടം തുടങ്ങിയാൽ പടത്തിന്റെ എഡിറ്റ് തുടങ്ങുമ്പോൾ പടം ഇങ്ങനെ എഡിറ്റ് ചെയ്താൽ. പക്ഷെ ഈ ഡേറ്റ് എടുക്കുന്തോറുമാണ് എന്താ പറയാ ഒരു റിസൾട്ട് പോലെയാണല്ലോ. കയ്യിന്ന് പോയി എന്നല്ല, കയ്യിന്ന് പോയെന്നല്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എക്സാക്ട്ലി, നമുക്കൊന്നും ചെയ്യാനില്ല. അതാണ്, നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു കംപ്ലീഷൻ സ്റ്റേജ് ആണ്. ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ ഓട്ടത്തിലായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇനി ഓടാനില്ല. ഇനി പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് മലയാളി ഫ്രം ഇന്ത്യക്കായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഇത്രയും ടൈം കിട്ടിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനഗണമനയാണെങ്കിലും ക്വീൻ ആണെങ്കിലും ഞാൻ ലാസ്റ്റ് ഡേ വരെ ഒന്നും പ്രൊമോഷൻ ഒന്നും പ്ലാൻ ഇല്ല. നമ്മള് ഫുൾ പടത്തിന്റെ അകത്ത് കാര്യം ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്യും, നേരത്തെ നല്ല ഡേറ്റ് ഫിക്സ് ചെയ്യും, പടം എങ്ങനെ വന്നാലും തീരില്ല. പക്ഷെ ഫോർ മലയാളി എല്ലാം ഒരുവിധം ഷേപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എല്ലാം കഴിഞ്ഞ് ഇനി പ്രൊമോഷൻ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം. അല്ല, പക്ഷെ ഇപ്പൊ ഒരു 2 സൂപ്പർ ഹിറ്റ് എടുത്ത് നിൽക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ സിനിമയിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആയോ ഫിൽം മേക്കിങ്ങില്? അല്ലെങ്കിൽ അത്രയും തന്നെ ബുദ്ധിമുട്ടാണ്? ഫസ്റ്റ് ഫിലിം ഉണ്ടാക്കി അത്രയും തന്നെ ബുദ്ധിമുട്ട്, അത്രയും ടെൻഷൻ എല്ലാം അതുപോലെ തന്നെയാണ്? എനിക്ക് തോന്നുന്നു അത് തന്നെയാട്ടോ സെയിം. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഞാനായതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ഒരു പരീക്ഷ എഴുതാൻ നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ ആണെങ്കിലും 12ാം ക്ലാസ്സിലെ പരീക്ഷ ആണെങ്കിലും എല്ലാം അന്നിപ്പോൾ നമ്മൾ എഴുതുമ്പോൾ CBSE ഇതല്ലേ, 10th 12th ഒരേ മൊമെന്റ് അല്ലേ. അത് ടെൻഷൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് വ്യത്യാസമുണ്ട്. ഞാനിപ്പോ അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് പരീക്ഷയുടെ തലേദിവസം ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ആ സമയത്ത് നമ്മളിരുന്ന് പഠിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ഓരോ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ അത് എനിക്ക് എല്ലാത്തിനും ഒരേ സ്പീഡല്ല. അത് ആദ്യത്തെ പടത്തിന്റെ അതേ വെയിറ്റ് തന്നെയാണ് സെക്കൻഡിന്റെ അതേ വെയിറ്റും, എന്താ പറയാ വെയിറ്റ് ആസ് എൻ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് തേർഡ് ഫിലിം ഹാട്രിക് അടിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അതേ ഒരു ഇപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതേ 2 വിക്കറ്റ് കിട്ടിയ മൂന്നാമത്തെ അടിച്ച ഹാട്രിക് ആണ്. സോ ആ ഒരു മൊമെന്റത്തിലാണ്. അല്ല, പക്ഷെ ഇപ്പത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 50 വർഷം കണ്ടുണ്ടാവില്ല സിനിമ സ്റ്റാർട്ട് ടു ഫിനിഷ്. കണ്ട് ഇനിയിപ്പോ ആ സ്ക്രീൻ നോക്കുമ്പോ തന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തെറ്റാണോന്ന് മനസ്സിലാവുന്നില്ല, ശരിയാണോ എന്ന് മനസ്സിലാവുന്നില്ല, തമാശ ചിരിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പൊ ഇപ്പത്തെ സ്റ്റേജിൽ എന്നുവെച്ചാൽ ഒരു 10 ദിവസം ഒരു കംപ്ലീറ്റ് ഇതിനെപ്പറ്റി ഓർക്കാണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് തിരിച്ചു വരാണെങ്കിൽ പിന്നെയും കിട്ടും. പക്ഷെ ഇപ്പത്തെ സ്റ്റേജില് ഈ നോട്ട്സ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എന്നാലും മിക്സിങ്ങിന്റെ നോട്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് ശരിക്കും, എങ്ങനെയാണ് അതൊന്നും തിരിച്ച് ഇൻവോൾവ് ആണ് അതിലോട്ട്? ഒരു ഫെറ്റീഗ് ആയിരിക്കില്ലേ? ഫെറ്റീഗ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടും ഉപരി അതിലൊരു സുഖമുണ്ട്. അതായത് പിന്നെ ഇതിനെല്ലാം പ്രോസസ്സിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ പടത്തിന്. അപ്പോൾ വീണ്ടും ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരു 4 റീല് ഫസ്റ്റ് ഹാഫ് മിക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഹാഫ് മിക്സ് ആവുന്നത്. ആ ഗ്യാപ്പ് കിട്ടി. അപ്പൊ എന്താ വെച്ചാൽ വീണ്ടും വന്നിട്ട് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ കൊള്ളാല്ലേ, അല്ലെങ്കിൽ ഇത് അടുപ്പിച്ച് കാണുമ്പോൾ നമ്മൾ തന്നെ ഇത് 100-150 കാണില്ല. അപ്പൊ നമ്മൾ തന്നെ കുഴപ്പമില്ലല്ലേ, നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഇതില് ഉണ്ടായ ഗുണം മുന്നത്തെ 2 പടത്തിൽ എന്താന്ന് വെച്ചാൽ എല്ലാം ഒരു തവണ കണ്ടിട്ടുള്ളൂ, സമയമില്ല. അപ്പൊ മിക്സ് ഒക്കെ ഇട്ടിട്ട് ഓക്കെ റെഡി. അപ്പൊ ഇതിൽ പക്ഷെ അങ്ങനെയല്ല. ഈ പറഞ്ഞ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിനും വേറൊരു സുഖം. അപ്പൊ ഈ ഓരോ പ്രശ്നത്തിലും നമ്മൾ ഓരോ സുഖം കണ്ടെത്തുക
അതാണ് ഈ ഫെറ്റീഗിന്റെ സുഖം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പോകും. പക്ഷെ ഇതിപ്പോ എന്താ പറയാ, ഡിജോന തന്നെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിം അല്ലേ? എനിക്ക് കാണാൻ മറ്റേ ഇതിൽ തന്നെ പ്രോമോയിൽ തന്നെ സെൽഫ് പ്രോ ഉണ്ടായിരുന്നല്ലോ, കോർട്ട് റൂം അടക്കിടക്കണ്ടൊക്കെ. അപ്പൊ ഇതില് കോർട്ട് റൂം ഉണ്ടോ? എനിക്ക് എന്തോ ഒരു സംശയം. ഇത് വിശാല് പറഞ്ഞ പോലെ ആദ്യത്തെ പടത്തിന് കഥ പറയാൻ ഇപ്പൊ രണ്ടുപേരാണ്, ഷാരിസും ഉണ്ടായിരുന്നു. അപ്പൊ ഷാരിസ പക്ഷെ എന്റെ അടുത്തൊന്നും പറഞ്ഞു. അപ്പൊ അതിൽ ക്വീൻ ഉണ്ട്, ഐ മീൻ ക്വീനിൽ കോടതി ഉണ്ട്. ഓക്കെ, അപ്പൊ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതിലോട്ട് ബിൽഡ് ചെയ്ത് വന്ന ഗ്രാഫാണ് ക്വീൻ. കോടതിയിലോട്ട് രണ്ടാമത് വന്നപ്പോൾ നമ്മൾ ഉറപ്പാ ഇനി കോടതി നമ്മൾ ജന്മത്തിൽ ചിന്തിക്കില്ല. ഇവൻ കഥ പറഞ്ഞ് നമുക്കൊരു പോയിന്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കും കിക്ക് കിട്ടി, പക്ഷെ ദേ വീണ്ടും കോടതി. അപ്പൊ അതും പെട്ട്. അപ്പൊ ഇത് ബേസിക്കലി ഷാരിസിന്റെ ഒരു തോട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നില്ല അത് അവൻ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വെച്ചിരുന്നാണെന്ന് എനിക്ക് തോന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട സിനിമയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് അവൻ ഇങ്ങനെ വേറെ എന്തോ പ്ലാനിലായിരുന്നു. പെട്ടെന്ന് അവൻ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചടാ ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു. നല്ല സിനിമയല്ലേ? അങ്ങനെയാണ് അവൻ പറയണ നീ ചെയ്യുന്നോ? കാര്യം അവനും വിചാരിച്ചാണ് ചിലപ്പോ ഈ കോടതിയും പഞ്ച് ഡയലോഗ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി അങ്ങനത്തെ അല്ലാത്തൊരു ജോണർ ഞാൻ ട്രൈ ചെയ്യുമെന്ന് അവന് ചിലപ്പോ സംശയം ഉണ്ടാവും. അല്ല, എനിക്കറിയില്ല. കാര്യം ഇത് വേറെ ജോണറല്ലേ. ഇവൻ ഇവന്റെ പോലെ ഫൺ ഒരു പരിപാടിയല്ലേ. അപ്പൊ ഫൺ, പക്ഷെ ഞാൻ ശരിക്കും ഫൺ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ജോണർ അവൻ്റെ അടുത്തൊരു കഥ പറഞ്ഞപ്പോ എനിക്ക് ആ കഥ ഭയങ്കര വർക്കായി. അതിലൊരു ഭയങ്കര സോളുണ്ട്. അപ്പൊ ആ സോള് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്റെ സിനിമയാക്കി ഒരു ബിഗ് പിക്ചറിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയിൽ ഞാൻ സെറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതൊരു ഡിഫറെന്റ് മൂന്നാമത്തെ പടം. അപ്പൊ എനിക്കും എല്ലാം ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയില്ല എത്രത്തോളം നമുക്ക് ഡിഫറെന്റ് ആക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഓരോ സിനിമയും ഡിഫറെന്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ ഫിലിം ആയതുകൊണ്ട് തന്നെ അല്ലെ, പ്രോമോ ഒക്കെ എത്ര കോമഡിയാന്ന് പറഞ്ഞാലും അതിലൊരു അറിയാലോ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അല്ല, സംഭവം ഉണ്ടാവും ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്റ്റഫ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സീരിയസ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റഫ് അല്ലെ, അതുണ്ടാവുന്നാണ് ഞാൻ പറയണത്. അപ്പോ അങ്ങനെ ഉള്ളപ്പോ ഇപ്പൊ എങ്ങനെ പറഞ്ഞാലും ക്വീനിലാണെങ്കിലും ജനഗണമനയിലാണെങ്കിലും യു ആർ ഡ്രസ്സിങ് റിയലി സീരിയസ് ഇഷ്യൂസ്. പക്ഷെ ഒരു കോർട്ട് റൂം ഉള്ളപ്പോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു എൻഡിങ് കിട്ടുന്ന രണ്ട് സിറ്റുവേഷനിൽ ഈ ഡയലോഗ് ആണെങ്കിലോ അല്ലെങ്കിൽ മാസ്സായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയാനും ഇറ്റ്സ് ജസ്റ്റിഫൈഡ് അല്ലെ. നമുക്ക് അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പൃഥ്വിരാജ് ഭയങ്കര ഒരു വലിയ സംഭവത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ആരും ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ സംസാരിക്കുക, കോർട്ട് റൂമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു സീരിയസ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കാര്യം കോമഡിയിൽ പറയാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ ഞാൻ ഒരു കഥ കേൾക്കുമ്പോൾ അതിൽ ബേസിക്കലി പടം ഇറങ്ങിയ ശേഷം, ഇപ്പൊ ക്വീൻ ഇറങ്ങിയ ശേഷം, ജനഗണമനയ്ക്ക് ശേഷം ഇപ്പൊ കുറെ പേര് കഥ പറയാനൊക്കെ ആയിട്ട് വിളിക്കും. എല്ലാവരും വിളിച്ചിട്ട് ചേട്ടാ സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമ. അപ്പൊ തന്നെ ഞാൻ പറയാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. സിനിമ നമ്മളെ ക്യാച്ച് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കിട്ടുക, അതാണ് അതിന്റെ മെയിൻ. അത് കേൾക്കുമ്പോൾ ഇത് എനിക്ക് ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്ന ഓരോ സിനിമകളുണ്ടാവും, ഐ മീൻ കഥകളുണ്ടാവും. അപ്പൊ അതേപോലത്തെ ഒരു കഥ മാത്രമാണ് ഇതിൽ. ഞാൻ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കാനോ, സിനിമ അൾട്ടിമേറ്റ്ലി ഞാൻ രണ്ടാമത്തെ പടം ചെയ്തപ്പോഴും പറഞ്ഞത് എന്താ പറയാ, എന്റർടൈൻമെന്റ്. സിനിമ അൾട്ടിമേറ്റ്ലി എന്റർടൈൻമെന്റ്. നമ്മളൊരു മെസ്സേജ് പറയാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചിന്തിക്കാൻ കൊടുക്കാൻ പറ്റിയ, ചിന്തിപ്പിക്കുക, ചിരിപ്പിക്കുക, കരയിപ്പിക്കാൻ പറ്റിയ വോത്ത്, അത്രേ ഞാൻ കാണുന്നുള്ളൂ. ഈ സിനിമയിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറുത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞാൽ അത് മൊത്തം കഥയായിരുന്നു. അതാണ്. അല്ല, പക്ഷെ ഇതിപ്പോ എന്താ പറയാ, നമ്മള് കഥ വേണോ ഇല്ല, കഥ ചോദിച്ചാൽ പറഞ്ഞ രാജ്കുമാർ ഹിറാനി സിനിമകള് എല്ലാത്തിലും ഒരു ഇമോഷൻ ഉണ്ടാവും, ശരിയല്ലേ? അതിൽ നമ്മള് ഇപ്പൊ ഞാൻ പറയില്ല അതിലൊരു പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ അല്ല, ശരിയല്ലേ? പക്ഷെ അതിലൊരു രസമുണ്ട്. നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ട്. അപ്പോ അങ്ങനത്തെ ഒരു സിനിമയാവാം, അറിയില്ല. അപ്പൊ ഞാൻ പറയാം അതിലും ഒരു ഇപ്പൊ എന്താ നമ്മുടെ രംഗ് ദേ ബസന്തി, ഞാൻ പറയാറുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. അപ്പൊ ഇതിലെല്ലാം ഓരോ രീതിയിലാണ് അവര് ആ സിനിമേനെ കൊണ്ടുപോയിരിക്കുന്നത്. അതേപോലെ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ സിനിമ ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അത്രേ ഉള്ളൂ. അല്ല, പക്ഷെ ഫസ്റ്റ് രണ്ട് ഫിലിമിലും കോമഡി കോമഡി ഒട്ടുമില്ല. സ്ക്രീനിൽ പിന്നെയും കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാം. അതെ, ഇതിപ്പോ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കോമഡിയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോ എന്തായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ? അല്ലെങ്കിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ കോമഡി? ആക്ച്വലി അതിന്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് നിവിൻ പോളിയാണ്. അതായത് നിവിൻ വന്നു കഴിയുമ്പോൾ ആക്ച്വലി എനിക്കറിയില്ല, അതായത് നമ്മൾ ഫസ്റ്റ് ഷോട്ട്, അത് എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് മേ ബി വിശാലിനോട് പറയുമ്പോൾ എനിക്ക് കുറേ കൂടെ പറയാൻ പറ്റും. എക്സാമ്പിൾ ഈ സീൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ചിലതിലൊക്കെ
ഈ ഫ്രെയിമിൽ നിവിൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ കാര്യം പറഞ്ഞു, നിവിൻ ബ്രോ ഇവിടെ നിന്ന് അവിടെ നിന്ന് പറയും, നിവിനെ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് നിവിൻ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരും. അത് ബേസിക്കലി പുള്ളിയുടെ സിനിമകളിൽ നിന്ന് നമുക്ക് പുള്ളി എന്ന് പറയുന്ന ക്യാരക്ടറിന് കിട്ടിയത്. ഇപ്പൊ ശരിയാ, ഞാൻ വടക്കൻ സെൽവിയുടെ ഹാർഡ് കോർ ഫാനാണ്. എന്താ പറയാ, പ്രേമം, നമ്മൾ ഈ സിനിമകളുടെ ഒക്കെ ഫാനാണ്. അപ്പൊ പുള്ളി ഈ സിനിമയിൽ വന്ന അതിഗംഭീരമാവെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് ഈ ഒരു തോട്ട് പറഞ്ഞു, സിനിമ ആയിട്ടുണ്ടായിരുന്നില്ല, ഷാരിസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജനങ്ങളവനെ കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പൊ അവൻ വേറെ എന്തോ ട്രൈ ചെയ്യുന്നു. ഈ തോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിവിൻ ജനഗണമനെ കണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കോൺവെർസേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു സാധനമുണ്ട്. അപ്പൊ ചിലപ്പോൾ നിവിൻ എക്സ്പെക്ട് ചെയ്ത് ഗംഭീര മാസ് പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയി കൊടുത്തത് ഇങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷെ ഈ സിനിമയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ട്. അത് മാസാണോ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അതിലൊരു ഇമോഷൻ ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇത് നിവിൻ ചെയ്യാൻ എഗ്രി ചെയ്തപ്പോഴാണ് ഫുൾ സിനിമ ടോട്ടാലിറ്റിയിലോട്ട് വരും. അതായത് നിവിൻ ഈ പറഞ്ഞ പോലെ ഫൺ കിട്ടാനായിട്ട് നിവിൻ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ സീക്വൻസിൽ എന്താ നമുക്കത് നിവിൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര വർക്കാണ്. അപ്പൊ അതിനെനിക്ക് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കൃത്യമായിട്ട് നിവിന്റെ അടുത്ത് പറഞ്ഞു. അത് അല്ലെങ്കിൽ അതുക്കും മേലെയാണ് നിവിൻ. ഡെഫിനറ്റ്ലി ചില ഷോർട്സ് ഒക്കെ നമ്മൾ വീണ്ടും റീടേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് എക്സ്ട്രാ വേണം അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷെ ഒരു നിവിന്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ആ ക്യാരക്ടറെ പിടിച്ചത്. ഗോപി. അതെ, നിവിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഗോപിയാണ് അതിനകത്ത്. അപ്പൊ ഗോപി നമ്മൾ മനസ്സിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി വന്നപ്പോൾ അതൊരു കംപ്ലീറ്റ് പിക്ചർ ആവുകയാണ്. അതാണ് അതിന്റെ ഒരു മലയാളി. അതെ അതെ. അല്ല, പക്ഷെ ഈ വിനീതേട്ടനൊക്കെ എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറയില്ലേ, നിവിന്റെ ഒരു സംഭവം ഉണ്ട്, നിവിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്, വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴാ മനസ്സിലായത്? ആ സംഭവം എന്താന്ന് എക്സാക്ട്ലി എപ്പോഴാ കിട്ടിയത്? ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ, ഫൈനൽ റിസൾട്ട് കാണുമ്പോഴല്ല, ഷൂട്ടിങ് ഒരു സ്റ്റേജ്. അത് ശരിക്കും പറയാണല്ലോ, നിവിന്റെ അടുത്ത് എനിക്കൊന്ന് കഥ പറയുന്ന മൊമെന്റിൽ കിട്ടി. അങ്ങനെയല്ല, നമ്മള് കഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പുള്ളി ചിരിക്കുക. നമ്മളാദ്യം വിചാരിക്കും പുള്ളി കളിയാക്കണതാണോ, എന്താ ഈ പരിപാടി, പുള്ളി ചിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആണോ അതോ, അതായത് ശരിക്കും നാച്ചുറൽ ആയിട്ട് നമ്മുടെ നിവിന്റെ ചിരിയില്ലേ, അതായത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കില്ലേ, അതായത് കോമഡി കേട്ടിട്ട് ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിയാണ് പുള്ളി ആക്കണതല്ല സംഭവം. പുള്ളിക്ക് ഓരോ സീൻസും പുള്ളിയെ ജെന്യൂൻ ഇട്ട് ഇതേ സാധനം തന്നെയാണ് സിനിമയിൽ. അതായത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഈ പറഞ്ഞ ഓരോ സീൻസിലും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അവരൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞ ഓരോ സിനിമയിലും നമ്മൾ കണ്ട നിവിൻ പോളിയുടെ ഓരോ മാനറിസംസ്. ഞാൻ അതിന്റെയൊക്കെ ഏറെക്കുറെ ചെറുതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ ഈ സിനിമയിലും ഉണ്ട്. നിവിൻ പോളി ഫണ്ണുണ്ട് ഈ പടത്തിൽ. പക്ഷെ ഇതിപ്പോ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഡിജോന് രണ്ട് പ്രഷേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഡിജോന്റെ ഓൺ കരിയർ, ഡിജോയും ഷാരിസ് ആയിട്ട് രണ്ട് സൂപ്പർ ഹിറ്റ്, മൂന്നാമത്തെ ബിഗ് ഫിലിം അല്ലേ, അങ്ങനത്തെ രീതിയിൽ സൂപ്പർ സ്റ്റാർ വെച്ചിട്ടുള്ള ഒരു ഫിലിം. പക്ഷെ നിവിന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലൊക്കെ പറഞ്ഞ പോലെ അല്ലെ, മറ്റേ വർഷങ്ങളിലൊക്കെ പറഞ്ഞ പോലെ 5 ഫ്ലോപ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാവേണ്ട ഒരു സിനിമ. അപ്പോ രണ്ട് രീതിയിലും രണ്ട് പ്രഷറും ഡിജോന്റെ തന്നെയാണ്. അപ്പൊ ഡിജു ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഈ റെസ്പോൺസിബിലിറ്റി? അത് ശരിയാട്ടോ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെയല്ല, അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ, ഭയങ്കര റെസ്പോൺസിബിലിറ്റി. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും ബെസ്റ്റ് സ്പൈഡർമാൻ പറഞ്ഞ പോലെ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ. അപ്പൊ നമ്മൾ ജനഗണമന കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ സിനിമകളും ഹുക്ക് ചെയ്യായിരുന്നു, വേറെ അല്ലെങ്കിൽ പക്ഷെ ബാക്കിയെല്ലാം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഓരോരോ പ്രോജക്റ്റുകൾ. പക്ഷെ ഈ പ്രോജക്റ്റ് എനിക്ക് നിവിൻ വരാന്ന് പറഞ്ഞാൽ നിവിൻ വാസ് ഫുള്ളി കമ്മിറ്റഡ് ടു ദിസ്. അപ്പോൾ എനിക്ക് തോന്നി, പക്ഷെ ഇത് ചെറിയ സിനിമയല്ല. അതായത് ശരിയാണ്, നമ്മൾ പോർട്രേ ചെയ്യുമ്പോൾ ഒരു കൊച്ചു സിനിമ എന്നൊക്കെ പറയും, പക്ഷെ സിനിമ കൂടി വലുതാണ്. അപ്പൊ ഇതിലെനിക്ക് തോന്നി ഈ റെസ്പോൺസിബിലിറ്റി എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ശരിക്കും പറഞ്ഞാൽ ഡേയ്സ്, ഷൂട്ടിംഗ് ഡേയ്സ് ആസ് ഇൻ ഒരു 100. കാര്യം ഈ സിനിമ അത് റിക്വയർ ചെയ്യുന്നുണ്ട്. സിനിമയിൽ പാട്ടുകളുണ്ട്. ജെയ്ക്സിന്റെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആയിരിക്കണം, വരട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു 6-7 പാട്ടുകളുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ പ്രൊമോ സോങ്, അതും ഭയങ്കര റീച്ചായി. അപ്പൊ കൃഷ്ണ സോങ്. അപ്പൊ ഇങ്ങനത്തെ സോങ്സ് വരുമ്പോ തന്നെ ലിറ്ററലി നമ്മുടെ ഷൂട്ടിംഗ് ഡേയ്സ് കൂടും. വെറുതെ സോങ് മാത്രമല്ല, നമ്മുടെ സിനിമയ്ക്കകത്ത് ഇത്രയും സോങ്സ് വരുമ്പോ തന്നെ അതിന്റെ ലെങ്ത് കൂടും. അപ്പൊ ഇത്രയും വലിയൊരു സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു നിവിൻ ഉണ്ടായിരുന്ന സപ്പോർട്ടിന് കൂടാതെ ആസ് എ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ വില്ലിങ് ആയിട്ട് നമ്മുടെ കൂടെ, അതായത് എന്നെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും
എന്താ വിശാൽ പറഞ്ഞ പോലെ ആ പ്രഷറൊക്കെ എൻ്റെ തലയിലാണ്. പക്ഷെ ഞാൻ ഈ സിനിമ എന്ന് പറയാം, നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വിശ്വാസമുണ്ട്. അത് ആ കഥ കേട്ടപ്പോൾ അപ്പൊ നമ്മളാ ഒരു സോൾ മൊത്തത്തിൽ കൊണ്ടുവരുമ്പോൾ അത് ഇങ്ങനെയാവും എന്ന് എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മളത് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കൺവിക്ഷന്റെ കൂടെ പോവാൻ പറ്റി. അതാണ് അതിന്റെ പ്ലസ്. ഇപ്പൊ അത് പ്രഷർ എന്തായാലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു വേറെ പോയിന്റ്, ഇപ്പൊ വിശാല് വെച്ച് പറയും പ്രഷർ എങ്ങനെ, പ്രഷർ ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ സിനിമ ചെയ്തപ്പോ ഇതാണ് ഏറ്റവും വലിയ പ്രഷർ. കാര്യം ആദ്യത്തെ പടം ഹിറ്റായല്ലോ. അപ്പൊ രണ്ടാമത്തെ പടത്തിന് പ്രഷർ ചെയ്യാൻ രണ്ടാമത്തെ പടം അതിലേറെ പ്രഷർ. ഈ പടം തുടങ്ങിയപ്പോ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഇന്റേണലി ചോദിക്കണ്ട എന്റെ ഉള്ളോട്, ഇതിനത്ര പ്രഷർ ഉണ്ടാവില്ല. കാര്യം 2 പടം ഇതായല്ലോ, പഠിച്ചു, ഐ മീൻ ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി മൂന്നാമത്തെ പടത്തിന് പ്രഷർ, വീണ്ടും പ്രഷർ പ്രൊഡക്ഷന്റെ സൈഡിലാണെങ്കിലും. ആസിന് അങ്ങനെയല്ല, ഒബ്വിയസ്ലി സിനിമയുടെ ബഡ്ജറ്റ് കൂടുമ്പോ നിവിന്റെ സൈഡിലും മൊത്തത്തിൽ ഓവറോൾ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രഷർ എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് നല്ലതാണ്. പ്രഷർ ഇല്ലാതെ സിനിമ ചെയ്താൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വർക്കാവില്ല എന്ന് തോന്നുന്നു. എന്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഈ 3 സിനിമയും നല്ല പ്രഷറുകൾ തന്നെ നോക്കിയത്. അപ്പൊ അത് നല്ലത് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ജനഗണമന 2 വരുമ്പോ എന്തായിരിക്കും പ്രഷർ? അത് ഭീകര പ്രഷറാണ്. അതിപ്പോ നമ്മള് സ്ക്രിപ്റ്റില് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുക. അതായത് ജനഗണമന അത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയതുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് പ്രഷർ നമുക്കാണ്. അതും എനിക്ക് വേണം ഒരു കേരള ബ്ലോക്ക് ബസ്റ്റർ പോലും അല്ല. അതെ, എക്സാക്ട്ലി. അതൊരു പാൻ ഇന്ത്യൻ ഇതല്ലേ. അപ്പൊ അതിന്റെ നെക്സ്റ്റ് പാർട്ട് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഈവൻ ഞാൻ റീതിങ്ക് ചെയ്യണമല്ലോ, നേരത്തെ ആലോചിച്ചതൊന്നും പോരാ. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞ കുറെ സാധനങ്ങൾ. ഇപ്പൊ വാട്ട് ഇഫ് ഉണ്ട്, ജനഗണമന സക്സസ് അല്ലായിരുന്നെങ്കിൽ അപ്പൊ ജനഗണമന 2 പറ്റി ആരും ചോദിക്കില്ല, ശരിയല്ല. പക്ഷെ ഇപ്പൊ എന്റെ സൈഡിൽ പോലും ഇപ്പൊ ഏതാ അടുത്ത പടം എന്ന് ചോദിക്കുമ്പോൾ എല്ലാരും ചോദിക്കുന്ന അതിന് പകരം ജനഗണമന എപ്പോഴാ ജനഗണമന 2 അപ്പൊ അതിന്റെ പ്രോസസ്സ് ഭയങ്കര ടാസ്ക്കാണ്. ഇടയ്ക്ക് രാജു ആയാലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും ഇനി അതാണ് ഏറ്റവും വലിയ ടാസ്ക്, അതിന് പ്രോപ്പർ. പക്ഷെ എനിക്കൊന്നും അത് ഇപ്പൊ പൃഥ്വിരാജ് തന്നെ ഇപ്പൊ ലൂസിഫറിന് ശേഷം എമ്പുരാൻ എടുക്കുമ്പോഴും അത് ഭയങ്കര റിസ്ക് അല്ലേ. ആസിൻ റിസ്ക് അല്ല, അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി സെയിം തന്നെ നമുക്കും ഉണ്ട്. ജനഗണമന 2 അതിന്റെ റൈറ്റിംഗിൽ തന്നെ അതിന്റെ പ്രശ്നമാണ്. പക്ഷെ വിച്ച് ഇസ് ഗുഡ്. നമ്മൾ പ്രഷർ എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് എനിക്ക് എന്റെ ഇതുവരെയുള്ള ലൈഫിൽ എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ സിനിമയുടെ തന്നെ മലയാളിയുടെ തന്നെ പ്രസ് കോൺഫറൻസിലൊക്കെ ഈ ലിസ്റ്റിൻ കളിയാക്കണ രീതിയിൽ പറയുന്നത് ഇവൻ 40 ദിവസം പറഞ്ഞുകൊണ്ട് വന്ന സിനിമ 140 ദിവസം. അത് കേൾക്കുമ്പോ എന്ത് തോന്നും? അല്ല, അത് കേൾക്കുമ്പോ സത്യം പറഞ്ഞ ഇതൊക്കെയാണ് അതിന്റെ പ്രഷർ. ഇപ്പൊ വിശാല് പറഞ്ഞു ഇതെല്ലാം പ്രഷർ പോയിന്റ്സാ. പക്ഷെ ലിസ്റ്റിന് അങ്ങനെ ഒരു സൈഡിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ലിറ്ററലി എന്റെ ടീമാണെങ്കിലും എല്ലാവരും, ഇപ്പൊ നിവിനാണെങ്കിലും എന്റെ കൂടെ സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് ഈ സിനിമ ചെയ്യുക, സിനിമയ്ക്ക് വേണ്ടതുപോലെ കൊടുക്കുക. കാര്യം അത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എത്ര ദിവസമാണെങ്കിലും അതിലും കുറച്ച് ദിവസത്തിലാണ് നമ്മൾ ജനഗണമന തീർത്തത്. എന്നാൽ ഇതേപോലെ പ്രഷർ ഉണ്ടായിരുന്നു ജനഗണമനയ്ക്ക്. പിന്നെ ലിസ്റ്റിന് ഇതേപോലെ ക്രൗഡും കോവിഡും കോളേജ് കിട്ടിയില്ല, ഭയങ്കര പ്രശ്നം. പക്ഷെ ആ പ്രശ്നങ്ങൾ അന്ന് ലിസ്റ്റിന് ആരടുത്തും പറഞ്ഞില്ല. ഇന്ന് പക്ഷെ ഇത് വരുമ്പോ ശരിയാണ്. ഞാൻ ആദ്യം ഈ സിനിമ ചെറിയ സിനിമയാണെന്ന് വെച്ചാൽ ചെറിയ സിനിമയായിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ അത് കഥ കേട്ട് ഞാൻ അതിനെ നമ്മൾ കൺസീവ് ചെയ്ത് തുടങ്ങിയപ്പോ ഐ വാണ്ടഡ് ഇറ്റ് ബിഗ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 6 പാട്ട്. പക്ഷെ ഈ ഓരോ പോയിന്റും ഞാൻ ലിസ്റ്റിനെ വിളിച്ച് പറയും കേട്ടോ, ലിസ്റ്റിനെ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത് കട്ട് ചെയ്യാം. പക്ഷെ ലിസ്റ്റിന് ഓക്കെയും പറയും. ഇതാണ് അതിന്റെ പോയിന്റ്. അപ്പൊ ലിസ്റ്റിന് അറിയാം, എന്നെ വിശ്വസിക്കുന്നുണ്ട്, ഈ ട്രസ്റ്റ് മീ. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറയുന്നത്. ദാറ്റ് ഇസ് ഓക്കെ. ഇങ്ങനത്തെ പ്രഷേഴ്സ് എല്ലാം ഉണ്ടാവും. നമ്മൾ സിനിമ ബെസ്റ്റ് കൊടുത്താൽ ഇതൊന്നും വരില്ല. പക്ഷെ ആസ് എ വ്യൂവർ നമുക്ക് കേൾക്കുമ്പോൾ സിനിമ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയെന്നല്ലേ തോന്നുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 500 ദിവസം ഷൂട്ട് ചെയ്താലും നമുക്ക് ആസ് എ വ്യൂവർ പ്രശ്നമില്ലല്ലോ. അല്ല, ഈ നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിങ്ങിന്റെ കേസ് ഇപ്പൊ വിശാല് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ എല്ലാ സിനിമകളും എടുത്താലും പലതിനും കൂടുതലാണ് വരുന്നുണ്ട്. അത് എല്ലാം അപ്പൊ ആരും ഇപ്പൊ ലിസ്റ്റിൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസറോ ആരും പറയാത്തതായിരിക്കാം. മനസ്സിലായില്ലേ? അത് ഡിപ്പെൻഡ് ചെയ്യും. അത് ഓരോരുത്തരുടെ ഓരോ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്റ്റൈലാണ്. ചിലർ പറയും, ചിലർ ഓപ്പൺ ആയിട്ട് അത് പറയും, ഇത്ര ദിവസമായി എന്നൊക്കെ പറയും. ദിവസം ഒന്നും സത്യം പറഞ്ഞ ഇപ്പൊ പണ്ടത്തെ ചില സിനിമകൾ 20 ദിവസം കൊണ്ട് തീർന്നു. ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ട് 15 ദിവസം, ചില 40 ദിവസം. ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ പടം 70 days എടുത്തു. അന്ന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്ര ദിവസം എടുത്ത് ഇങ്ങനെയാണ്. പക്ഷെ എനിക്കറിയാം ഞാൻ എന്തുമാത്രം കോർട്ട് ഡ്രാമ. ഞാൻ ഫസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. രണ്ടാമത്തെ പടം 78-80 days എങ്ങാണ്ട് നമ്മുടെ അതിന്റെ അകത്തൊരു 7 days-ഓളം പാർട്ട് 2-ന്റെ ഒരു 10 days-ഓളം പാർട്ട് 2-ന്റെ ഷൂട്ടാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇതിലേക്ക് എന്തിനെന്ന് പറഞ്ഞാൽ കാണുമ്പോ ഇതിനകത്ത് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, കുറേ ഇതുണ്ട്.
അതാ ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഇറങ്ങിയ എനിക്ക് തോന്നുന്നു, ഞാൻ എടുത്തു പറയാത്തതാണ്, പക്ഷെ ഇപ്പോഴത്തെ മിക്ക ബ്ലോക്ക് ബസ്റ്റർ സിനിമകളും ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്ത സിനിമ. പിന്നെ അതൊന്നും നമ്മൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, ഐ മീൻ ആർക്കും അറിയാം, ആരും പറയാറില്ല. പിന്നെ ബേസിക്കലി ഷൂട്ടിംഗ് നമ്പർ ഒന്നും അല്ല ഇമ്പോർട്ടന്റ്, ഹൗസ് ഇറ്റ് ഷോട്ട്, ആ സിനിമ എങ്ങനെയാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ 30 ദിവസം കൊണ്ട് ഒരു സിനിമ ചെയ്തു, ആ സിനിമ മോശമായ മോശമാണ്, ശരിയല്ലേ? 60 ദിവസം കൊണ്ട് ഒരു സിനിമ ചെയ്തു, മോശമായ മോശമാണ്. നേരെ മറിച്ച് 30 ദിവസം കൊണ്ട് സിനിമ ഗംഭീരമായിട്ട് ചെയ്താൽ അത് ഗംഭീര സിനിമയാണ്. സിനിമയ്ക്ക് ആകെ എനിക്ക് തോന്നുന്നു ആകെ ഒരു ഈതർ റൈറ്റ് ഓർ ലെഫ്റ്റ്, ഈതർ ഗിവ് എ ബെസ്റ്റ് ഫിലിം അല്ലെങ്കിൽ വേഴ്സ്റ്റ് ഫിലിം, അല്ലാതെ നമുക്കൊരു ആവറേജ് ഫിലിമായിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ഒരു നല്ല സിനിമ ആക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പൊ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് അതാ ഞാൻ പറഞ്ഞു, ഇതിന്റെ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുള്ളൂ. വിശാലിന് ഇതേ ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഗെറ്റ് ബാക്ക് ചെയ്യും. ഇത് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ. ചെറിയൊരു സിനിമ എന്ന് പറയുന്നത് ശരിയല്ല, കഥ ചെറുതായിരുന്നു, പക്ഷെ അതൊരു വലിയ സിനിമയായി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഡിജോന് തന്നെ ഇതൊരു കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ? സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അല്ലെ കുറച്ചും കൂടെയൊക്കെ ടൈം എടുത്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇതാണ്. പക്ഷെ ആ അപ്പുറത്തെ സൈഡിൽ അഡ്വർടൈസിങ് ഒരു ദിവസം 1.5 ദിവസം കൊണ്ടൊക്കെ തീർക്കേണ്ട ഒരു പ്രഷർ, അത് എന്താണത്? എങ്ങനെ മാനേജ് ചെയ്യും? ആഡ്സ് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ അല്ല, അത് ഭയങ്കര ഇത് രണ്ട് അത് തീർത്തേ പറ്റൂ. അതെ, ഞാൻ പറഞ്ഞ ഇത് രണ്ട് ഇൻഡസ്ട്രിയാണ്. സിനിമ എന്ന് പറയണത് എന്താ പറയുക, ഇപ്പൊ ഞാൻ പറയാം, ആഡ് ഫിലിം മേക്കേഴ്സ് ബേസിക്കലി ഞാൻ ഉൾപ്പെടുന്നത്, ഞാൻ ആഡ് ഫിലിം മേക്കേഴ്സ് അതിനൊരു സ്റ്റിപ്പുലേറ്റഡ് അതൊരു ഡെലിവറി വെച്ചിട്ടാ പോകുന്നത്. ഓക്കെ, വി ഹാവ് 1 day ടു ഷൂട്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടായിരിക്കും ആർട്ടിസ്റ്റിന്റെ കമ്മിറ്റ്മെന്റ്, ആ 2 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കണം, എന്നിട്ട് അതിന്റെ ഫൈനൽ ഡെലിവറി ഇന്ന ടൈം ഫ്രെയിം, ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോജക്റ്റ് വെച്ച് ചെയ്യുന്നത്. ഒരു പക്ഷെ ഇപ്പോഴത്തെ ഒരു വെബ് സീരീസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പിച്ച് ചെയ്യുന്നത്, ഒരു കോർപ്പറേറ്റ് ലൈനിൽ, ബിക്കോസ് അത് ക്ലയൻസ്. പക്ഷെ ഇത് സിനിമ എന്ന് പറയുന്നത് അത് വേറെ ലോകമാണ്. അവിടെ ഇതൊന്നും നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സാധാരണ 100 രൂപ 150 രൂപ ടിക്കറ്റ് ചേട്ടാ ഇത് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് ആ സീൻ വർക്കാവുക ഫോർ ദ സിനിമ. ഫിലിമിന് ആ സീൻ വർക്കാക്കാൻ വേണ്ടി നന്നായിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന് ചിലപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ അങ്ങോട്ട് വരും, റൈറ്റ് വരും. പക്ഷെ അത് ഈവൻ ആർട്ടിസ്റ്റിന് അറിയാം. കാര്യം പരസ്യത്തിന് വാല്യൂ എല്ലാവർക്കും അറിയാം, അത് ബ്രാൻഡ് ബിൽഡിങ് ഒരു ഇതാണ്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഫോർ എ ലൈഫ് ടൈം എന്നാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചല്ലേ ഈ ഫീൽഡിലോട്ട് വന്നത്. അപ്പൊ ഈവൻ സിനിമ കാണുമ്പോഴും നമുക്ക് സിനിമയിലുള്ളവരോടായുള്ള ഒരു കൊതി, അതൊരു ലോകമല്ലേ, എന്താ പറയാ. അത് അന്ന് ആർക്ക് പനിയായിരുന്നു ആർക്കും കേൾക്കും വേണ്ട. സത്യം അതൊരു മാജിക്കൽ വേൾഡ് ആണ് സിനിമ. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വൃത്തിക്കെടുക്കുക എന്നുള്ള ഉദ്ദേശം ആണ് എനിക്ക് തോന്നുന്നത്. അതൊരു വേറെ രീതി, പരസ്യം ടോട്ടലി വേറെ രീതി. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നതേ ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുക. ഈവൻ വെബ് സീരീസും എനിക്ക് തോന്നുന്നു വേറെ സ്ട്രീമാണ്. അവർക്ക് ഡെയിലി ലോഗ്സ് ഉണ്ട്, ഈ സീൻ കറക്റ്റ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്പോട്ട് കണ്ടിട്ട് അത് വർക്ക് ആയില്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഓരോ രീതികളാണ്, വിച്ച് ഇസ് ഗുഡ്. എല്ലാവർക്കും എല്ലാ രീതിയിലും വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ആക്ടേഴ്സിനും അഡ്വർടൈസ്മെന്റ് ചെയ്യാം, ഇത് ചെയ്യാം, സെയിം ഡയറക്ടേഴ്സിനും അങ്ങനെ ചെയ്യാം. ഇതെല്ലാം നല്ലതാണെന്നാണ് എന്റെ ഒരു തോട്ട്. അപ്പൊ ഡിജോ അറ്റ്ലീസ്റ്റ് ഫിലിം മേക്കിംഗില് അല്ലെ നോ കോംപ്രമൈസ് എന്ന് പറയാലോ വേണമെങ്കിൽ, അല്ലെ? നോ കോംപ്രമൈസ്, നല്ല രീതിയിൽ നോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് സെറ്റിലാണ് ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് വിചാരിച്ച പോലെ വരുന്നില്ലെങ്കിൽ പാനിക് ആവണ്ടല്ലോ ഇപ്പൊ, അല്ലെ? കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത ദിവസം ഷൂട്ട് ചെയ്താലും മതി, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ. അല്ല, വെരി സോറി, അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ സിനിമയില് അങ്ങനത്തെ ഇതിലല്ല എന്താണെങ്കിലും എക്സ്റ്റെൻഡ് ആയത്. അത് കാണുമ്പോൾ മനസ്സിലാവും. യു വിൽ ഫീൽ ലൈക്ക് ഓക്കെ, അത് സിനിമ കണ്ടിട്ടാണ് വിലയിരുത്തേണ്ടത്. അത് അതുകൊണ്ടാണല്ലേ എന്നുള്ളൊരു തോട്ട് അത് കാണുമ്പോൾ, അത് ഇതുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇത് ബേസിക്കലി ഒരു സീൻ ഒക്കെ നമ്മൾ ചാർട്ട് പ്രകാരം തന്നെയാണ് പോയത്. പക്ഷെ ചാർട്ട് പ്രകാരം തുടങ്ങി വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇങ്ങനെയാണ്. അത് അന്ന് കാര്യം ഇത് ഒരിക്കലും ഒരു 40 days തീരുന്ന സിനിമയല്ല. മലയാളി ഫ്രം ഇന്ത്യ എത്ര ചെറിയ കഥയാണ് ഇതിൻ്റെ അകത്ത്. അത് കാണുമ്പോൾ അറിയാം കുറെ കോംപ്ലക്സ് സിനാരിയോസ്. ഇപ്പൊ ജനഗണമന കണ്ടില്ലേ, അതിന്റെ അകത്ത് എന്തുമാത്രം ഇമോഷൻസ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ. എത്ര ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 10 ക്യാരക്ടേഴ്സിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ റീവർക്ക് ചെയ്തിട്ടാണ് വേണ്ടത് മാത്രം. സോ ഈവൻ എഡിറ്റിൽ പോലും എന്തുമാത്രം പണിയുണ്ട്. സോ ദാറ്റ്സ് എ ഹ്യൂജ് ഫിലിം. പക്ഷെ അത്രയൊന്നും ഇല്ലെങ്കിലും ഞാൻ സിനിമനെ വലുത് ചെറുതെന്ന് പറയുന്നത്, ഇതിന് ഡിമാൻഡ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ മനസ്സിൽ കണ്ട ഒരു സ്ട്രക്ചർ ആക്കാൻ ആക്ച്വലി കുറെ ഇവന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പൊ അത് അതുപോലെ ഒരു ചെറിയ വലുപ്പമുണ്ട്. അല്ലാതെ ഈ ഷൂട്ടിംഗ് നമ്മൾ ഇന്ന് ചാർട്ട് ചെയ്ത് തീരാതെ പോകും, അത് നാളത്തേക്ക് മാറ്റും, അങ്ങനെയല്ല. മനസ്സിലായി? അതാണ് അതിന്റെ ഒരു ഇപ്പൊ നമ്മുടെ ഈ ജനറേഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ
ആ ഡയറക്ടർ റൈറ്റർ കോംബോ എന്നുള്ള കാര്യം അല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെ. അങ്ങനെ പ്യുവർ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും ഓരോ സിനിമയും ഓരോ റൈറ്റർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അധികം ഇല്ലെന്നുള്ളൂ, നിങ്ങളെ പോലെ അടുപ്പിച്ച് 3 സിനിമയൊക്കെ ചെയ്ത അധികം മലയാളത്തിലില്ലാന്നുണ്ട് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ. ഈ മൂന്നാമത്തെ ഫിലിമും കൂടെ ഒക്കെ ആയ ഒരു സ്റ്റേജില് നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു ഇപ്പൊ പറയൊന്നും വേണ്ട, ആലോചിച്ച് തന്നെ അതന്നെയായിരിക്കും ഷാരൂഖ് പറയാൻ പോണേ, അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തിയോ? അല്ല, അത് ബേസിക്കലി ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവൻ ഞങ്ങള് ഒരുമിച്ച് വന്നതാ. ഇപ്പൊ നമ്മള് പറയില്ല, നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച് വന്നതിന്റെ ഒരു ഭയങ്കര അപ്പൊ അതേപോലെ ഞങ്ങൾക്ക് ഞാൻ വേറെ സ്വപ്നം കണ്ട് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു നടക്കുകയാണ്. അതേപോലെ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യായിരുന്നു, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ബേസിക്കലി ആദ്യം ഒരു വിനീതേട്ടനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ വിനീതേട്ടനെ ഞാനൊക്കെ ആയിട്ട് കമ്പനിയാണ്. വിനീതേട്ടൻ എന്റെ ഒരു ആൽബത്തിൽ പാടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം വർക്കായ ഒരു പാട്ടൊക്കെ. ഞാനും ബേസിക്കലി ജെയ്ക്സ് ബിജോയ് ഇൻസ്പയർഡ് ആയിരുന്നു. അവരുടെ കോഫി ടൈം ജെയ്ക്സിന് മലയാളി, അപ്പൊ ഇതെല്ലാം ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ആൽബം ഇറങ്ങി, ലാ കൊച്ചിൻ എന്ന് പറഞ്ഞു. അത് അത്യാവശ്യം എനിക്കറിയാം, എനിക്ക് അടുത്ത പാട്ടൊക്കെ എനിക്കറിയാം. നിന്നെ കണ്ട് പിന്നെ വിനീതേട്ടൻ പാടിയത് ഞാൻ മ്യൂസിക് ചെയ്തത്. അയ്യോ, എനിക്കറിയില്ല. അപ്പൊ ഞാൻ അന്ന് ബേസിക്കലി എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആണ്. മ്യൂസിക് തന്നെയാണ് എന്റെ ഒരു ഫിലിം മേക്കിംഗ്. അപ്പൊ അന്ന് വിനീതേട്ടനെ ഞാൻ കോളേജിൽ വെച്ച് തന്നെ കുറെ കോളേജിലെ ഫ്രണ്ട്സും സ്കൂൾ മേറ്റ്സും കൂടെ സപ്പോർട്ട് ചെയ്താണ് അന്ന് ആൽബം ഒക്കെ ഇറക്കിയത്. അത് കഴിഞ്ഞപ്പോ കുറെ ഷോർട്ട് ഫിലിംസ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ആ സമയത്താണ് ഷാരിസുമായിട്ട് കൂട്ടാവുന്നത്. അവൻ റൈറ്റിംഗ്, അവന് സിനിമയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് പലതും നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ക്വീൻ. അതിലാണ് ഞങ്ങൾ ശരിക്കും ബോണ്ടഡ് ആയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പിരിഞ്ഞു. ആ സിനിമയിൽ അവൻ ഷൂട്ടിന് പോലും വന്നിട്ടില്ല, ഞാൻ ഫുൾ ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ തെറ്റി. ഞങ്ങള് രണ്ട് രീതിയിലായിരുന്നു. ഭയങ്കര റിയാലിറ്റിയാണ്. അതായത് ഞാനും അവനും തമ്മിൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം നമ്മൾ മെച്ചോർഡ് ആവാന്ന് പറയും. അപ്പൊ ആഫ്റ്റർ ക്വീൻ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബെസ്റ്റ് ഇന്റൻഷൻസ് അല്ലേ, ഒന്നും തല്ല് പിടിച്ചതും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വെറുതെ പേഴ്സണൽ ഈഗോ ഒന്നുമല്ല. സിനിമയിലെ ചില കാര്യങ്ങൾ, ചില സീൻസ്, അപ്പൊ എനിക്ക് അങ്ങനത്തെ കോൺവെർസേഷൻ, അതാ ഞാൻ പറഞ്ഞത്, ഫോർ ദ ഗുഡ് ഫോർ ദ ഫിലിം. എന്നിട്ട് സിനിമ വിജയിച്ചു, ഞങ്ങൾ സംസാരിച്ചു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഒരു ഗ്യാപ്പ് എടുത്തു. അപ്പൊ എന്റെയും വേറെ 2 സിനിമകളൊക്കെ അനൗൺസ് ചെയ്ത് റെഡി. അപ്പോഴാണ് കോവിഡ് വരുന്നത്. ആ ടൈമിലാണ് ഈ ഒരു സ്റ്റോറി ലൈൻ അവൻ എൻ്റെ അടുത്ത് ജനഗണമനയുടെ പറയുന്നത്. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഈ ജനഗണന സമയത്ത് അവന് കോവിഡും പല പ്രശ്നങ്ങളും കാരണം അവനും ജോയിൻ ചെയ്യും. പിന്നെ അവന്റെ വേറൊരു സിനിമയുടെ ഷൂട്ടുള്ളതുകൊണ്ട് അവന് ജോയിൻ ചെയ്യണം. പക്ഷെ അവന് ആസ് എ റൈറ്റർ അവൻ എന്നെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തു. അതായത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ ഒരു ഫേസ് കഴിഞ്ഞാൽ പിന്നെ അവനത് വിട്ടു. പിന്നെ അവൻ ലൈക്ക് ദാറ്റ് ഇസ് അത് നിന്റെ പണിയാ. അപ്പൊ ഞാൻ വിളിച്ചിട്ടാണ് നീ വാടാ. അവൻ ചില്ലിങ്ങാ, മനസ്സിലായില്ലേ? അപ്പൊ ബേസിക്കലി അത് എനിക്ക് കുറെ ഈസാ. അങ്ങനെയല്ല, നമുക്കൊരു പ്രഷർ ഇല്ല. അവനറിയാം, ബിക്കോസ് ഹി ട്രസ്റ്റ് മീ. ജസ്റ്റ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ എന്നെ പ്രൊഡക്ഷൻ സൈഡിലും ആർട്ടിസ്റ്റ് സൈഡിലൊക്കെ നമുക്കൊരു സപ്പോർട്ട് ഇതിന് വരുന്ന പോലെ തന്നെ റൈറ്റിംഗ് സൈഡിൽ ഇവന്റെ സപ്പോർട്ട് ഭീകരമാണ്. പിന്നെ നമുക്ക് അറിയാലോ. അതേ പറഞ്ഞ 2 സിനിമ കഴിഞ്ഞ് 3ാമത്തെ സിനിമയിലോട്ട് വരുമ്പോഴും ഇവൻ എന്നോട് ഈ കഥ അങ്ങനെ പറയുന്നൊന്നുമില്ല. വേറെ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം, വേറെ സംതിങ്. നോട്ട് ഡയറക്ടർ അല്ല, ഈവൻ വേറെന്തോ ആർട്ടിസ്റ്റോ സംതിങ്. അപ്പൊ അവൻ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇത് കൊള്ളാലോ, പക്ഷെ ഇത് നിന്റെ ഒരു ഇതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് അപ്പൊ ഇത് ഒരു സിനിമയാക്കി മാറുക. അപ്പൊ ഇവന്റെ കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സുഖമുള്ള പരിപാടി. ഞങ്ങളിപ്പോ ഭയങ്കര എന്താ പറയാ കൂട്ടല്ലേ, 3 പടം ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇറ്റ്സ് ലൈക്ക് എല്ലാ രീതിയിലും ഭയങ്കര ബോണ്ടഡ് ആണ്. അപ്പൊ അത് ഈവൻ ഈ ഷാരിസ് മാത്രല്ല, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ DOP ആണെങ്കിലും, ഇപ്പൊ ജനഗണനയുടെ DOP, എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, ഞങ്ങളെല്ലാം മോർ ലൈക്ക് എ ഫാമിലിയാണ്. ഇപ്പൊ ജെയ്ക്സ് ആയാലും ശ്രീത്ത് ആയാലും സുദീപ് ആണെങ്കിലും ഷാരിസ്, അപ്പൊ ഞങ്ങള് ഫാമിലി വൈസും കണക്റ്റഡ് ആണ്. ഇപ്പൊ ലിസ്റ്റിനാണെങ്കിലും അപ്പൊ നമ്മളെല്ലാം അങ്ങനത്തെ ഒരു അതെ. എനിക്കൊന്നു മാജിക് ഫ്രെയിംസിന്റെ 2 പടം ചെയ്യുന്ന ഏക സംവിധായകൻ ഞാനാണ്. വലിയ കാര്യം. എന്നിട്ടാണ് ലിസ്റ്റിനെ വിളിച്ച് പറയുന്നത്. അല്ല, പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, എല്ലാം നല്ലതിനാണ്. നമുക്ക് നോക്കാം, ഈ സിനിമയും അങ്ങനെ നന്നായിട്ട് വരട്ടെ. പക്ഷെ ആ സ്റ്റേജിൽ നിങ്ങൾ ആ സ്ട്രഗിൾ ഫേസിലും ഈ മറ്റേ എന്താ പറയാ ആൽബം ഒക്കെ ഉണ്ടാക്കി കണ്ട ആ സമയത്ത് കൂടെ ഡിജുവിന് ഒരിക്കലും എഴുതണമെന്ന് തോന്നിയിട്ടില്ലേ സിനിമ?
ഞാൻ അന്ന് ഒരെണ്ണം എഴുതിയിരുന്നു. അത് അതിന്റെ വൺ ലൈൻ എന്താന്ന് ഇപ്പൊ എന്തായാലും പറയാലോ, കുഴപ്പമില്ലല്ലോ. അയ്യോ അത് ഭീകര വൺലൈനായിരിക്കും. പറ കേക്കട്ടെ. കോമഡി ആയിരുന്നോ അത്? ഒരു കോമഡി അല്ല, ഒരു റോം കോം പടം. അപ്പൊ അത് അന്ന് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കി. ഞാൻ എഴുതിയ വൺ ലൈൻ ആയിരുന്നു. പക്ഷെ അത് വർക്കായില്ല. എനിക്ക് തോന്നുന്നു അതൊരു വടക്കൻ സെൽഫി ലൈനൊക്കെ ആയിരുന്നു. ഒരു ഫൺ പരിപാടി, അസിസ്റ്റന്റ് ഡയറക്ടർ പരിപാടി, അങ്ങനത്തെ ഇത് അന്നത്തെ ഈവൻ ബിഫോർ വടക്കൻ. അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി ഉണ്ടായിരുന്നല്ലോ, പിന്നെ മ്യൂസിക് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ അതോടെ ഞാൻ ഇപ്പൊ എന്താ ഗുണം എന്താന്ന് വെച്ചാൽ, ബീൻ എ ഡയറക്ടർ ഞാൻ ഡസൻ മീൻ ഇപ്പൊ എല്ലാ ഡയറക്ടേഴ്സും ഇപ്പൊ ഞാൻ പറയുന്നത് എഴുതുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾ ഇന്ന് എഴുതണമെന്നില്ല. നമുക്കത് കൈ വരുമ്പോ ഒരു വെട്ടലുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്ന അതാണ് ഏറ്റവും ഒരു എഴുത്തിന്റെ ഒരു വലിയൊരു പ്രോസസ്സ്. ഇപ്പൊ ചിലപ്പോ എക്സാക്ട്ലി വാട്ട് ടു ലീവ് ഔട്ട് ആൻഡ് വാട്ട് ടു ആഡ് ഓൺ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ അത് എനിക്കുള്ള ഗുണം എന്താ വെച്ചാൽ, ഞാൻ റൈറ്റർ ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കാത്തതിന്റെ ഒരു റീസൺ ഇപ്പൊ ചോദിച്ചോണ്ട് ഞാൻ പറയാം. ബിക്കോസ് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരാളില്ല. ഇപ്പൊ ഷാരിസ് എഴുതി അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് ഭയങ്കര സുഖമാണ്. ഷാരിസ് മാത്രമല്ല, ഏത് റൈറ്റേഴ്സ് ആണെങ്കിലും അത് ശരിയാണ്, ഇത് വർക്കല്ല, അവിടെ നമുക്ക് വേറെ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തരുന്നതിന്റെ മേളിൽ എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ വെട്ടാനോ ഉള്ള ഒരു ഫീല്, ഫിൽട്രേഷൻ, അത് ഭയങ്കര ഒരു സുഖമുള്ള പ്രോസസ്സാണ്. അതല്ലാതെ നമ്മളിരുന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഇത് ഗംഭീരാന്നല്ലേ നമ്മൾ പറയും. നമുക്കൊരു ഓപ്പോസിറ്റ് ഇത് വേണ്ടേ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ. ശരിയല്ലേ? നമ്മളെല്ലാം പറയണ സൂപ്പറാന്ന് പറയാൻ ഇല്ലല്ലോ. നമ്മൾ പറയണതാണ് ഏറ്റവും കഷ്ടപ്പെട്ട ഏറ്റവും മോശമായിട്ട് അവരായിരിക്കും പറയുന്നത്. അപ്പൊ അതുപോലെ നമുക്കൊരു സ്ട്രോങ് ക്രിട്ടിക് വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടർ റൈറ്റർ കോമ്പിനേഷനിൽ ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ വിശ്വസിച്ച് എന്റെ ടീമിൽ തന്നെ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ DOP ആണെങ്കിലും നല്ല തല്ലിപ്പൊളി ഷോട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ വലിയ ഡയറക്ടർ. ഞങ്ങൾ അങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഹൈറാർക്കി ഒന്നും ഇല്ല സെറ്റിൽ, എല്ലാവരും ഈക്വൽ, അസിസ്റ്റൻസ് വരെ കളിയാക്കണേ. നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അതൊരു ഭയങ്കര സുഖമാണ്. ബിക്കോസ് അപ്പൊ എന്താന്ന് വെച്ചാൽ ലിറ്ററലി നമ്മൾ നമ്മുടെ മനസ്സിനെ ചീറ്റ് ചെയ്യണം. യു ആർ നോട്ട് ദ ബിഗ് ഗൈ, മനസ്സിലായില്ലേ? അപ്പൊ സോ ദാറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഈ നേരത്തെ പറഞ്ഞില്ലേ 3 സിനിമയാകുമ്പോൾ നമുക്ക് ടെൻഷൻ കുറയുമോന്നാണ്. ആ ടെൻഷൻ കുറയില്ല. അപ്പൊ അത് നമ്മളുടെ ആ ഒരു ടെൻഷൻ സ്പേസ് അപ്പോഴും ഉണ്ടാവും. നമുക്കിത് അടിക്കണം, സിനിമ നന്നാവണം, അപ്പൊ അതിന് വേണ്ടി പ്രൂവ് ചെയ്യണം, എനിക്കറിയാമെന്ന് തോന്നില്ല, അത് വരില്ല. അതാ ഞാൻ പറഞ്ഞത്, ദാറ്റ് തിങ് വിൽ ബി ഗോൺ. എല്ലാവരും നമ്മളെ കളിയാക്കുക, ട്രോളൊക്കെ വരുമ്പോ ഏത് സെറ്റിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പൊ നമ്മുടെ പ്രോമോയില് ഏറ്റവും കൂടുതൽ അട്രാക്ടിങ്. അത് ആരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും? നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോമോ വീഡിയോ വരാം, അതിൽ ഡിജോ തന്നെ വരാം, അല്ല ആദ്യം തന്നെ 1-2 കാര്യങ്ങൾ അക്നോളജ് ചെയ്ത് വിടാം അല്ലെ? തടിയുടെ കാര്യം എന്താന്ന് വെച്ചാ അല്ലെ? ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഒന്ന് നിവിൻ കുറെ നാളായിട്ട് എന്താ പറയാ സീരിയസ് സിനിമകൾ ചെയ്യാൻ, അല്ലെങ്കിൽ സോ കോൾഡ് അങ്ങനത്തെ ഒരു സിനിമകൾ ചെയ്യാൻ. അപ്പൊ നമുക്ക് കാണാൻ ആഗ്രഹിച്ചൊരു നിവിൻ പോളിയാണ്, ശരിയല്ലേ? അപ്പൊ അത് നമ്മുടെ പടത്തിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെ നമുക്കത് പ്ലേസ് ചെയ്യണം? അതൊരു ട്രെയിലറിലൊന്നും വന്നാൽ അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈവൻ ആ ക്യാരക്ടർ, ഇപ്പൊ ഞാൻ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ആൽപ്പറമ്പിൽ ഗോപിയിലാണ് സിനിമ നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്ക് നമ്മളൊരു സ്കെച്ച് ചെയ്ത് പുള്ളിക്ക് ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് വേറൊരു ക്യാരക്ടറാണ്. അപ്പൊ നിവിനെ അതിലോട്ട് ആക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വേണം. അതാണ് നമ്മൾ അന്ന് വർക്ക്ഔട്ട് ചെയ്തത്. അതിപ്പോ നമ്മൾ ഈ എന്താ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ചുമ്മാ ഒരു വീഡിയോ. അപ്പൊ അത് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ഡിറൈവ് ചെയ്തത്. അപ്പൊ ഞാനും ഷാരിസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ അതും എഴുതിയിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് ആയിട്ട്. പിന്നെ നമ്മളെല്ലാം ഒരു സീൻ എഴുതുന്ന പോലെ തന്നെ പ്രോമോ എഴുതി, ഞാനും ഷാരിസും ഡിസ്കസ് ചെയ്ത് പിന്നെ സെയിം തിങ്, സെയിം പ്രോസസ്. നമ്മളങ്ങനെ ഒരു പ്രോമോ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ട് എഴുതാതിരിക്കില്ല. ബേസിക്കലി അത് നമ്മൾ ഫീൽ ചെയ്യുന്നു, നമ്മളത് എടുത്തിരിക്കുന്ന അങ്ങനെ അത് പേർപ്പസ്ഫുള്ളി ഇന്റന്റഡ് അങ്ങനെ ചെയ്തിരിക്കുന്നു. പക്ഷെ ലിറ്ററലി അതെല്ലാം എഴുതി ഞാൻ പ്രോപ്പർലി അവിടെ എത്തി. നമുക്ക് അതിന്റെ ഫുൾ ഐഡിയ ഉണ്ടാവും, കൊറിയ ഉണ്ടാവും, ഷോർട്ട് ഡിവിഷൻ ഉണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രൊമോ സോങ്ങും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ, അത് ഇത്രയും ഹിറ്റായോണ്ടാണ് പ്രൊമോ സോങ് അതേപോലെ നമുക്കൊരു കണ്ടിന്യൂഷൻ ചെയ്യാം. അതെ, അതായത് പ്രൊമോ സോങ് ക്ലിക്ക് ആയത് എന്തായാലും നമ്മുടെ ആ ഫസ്റ്റ് പ്രൊമോ വർക്കാണ്. അപ്പൊ ഇതില് ബേസിക്കലി മലയാളി ആന്തം എന്ന് പറയുന്ന നമ്മളൊരു സാധനം പ്ലേസ് ചെയ്യണം ഫോർ ഓൾ മലയാളീസ്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ട്രിബ്യൂട്ട് ഇത്. അത് നമ്മളെ തന്നെ ട്രോളുന്ന നമ്മളുടെ മലയാളി എന്ന് പറഞ്ഞൊരു ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നിവിൻ പോളി. അപ്പൊ നിവിൻ പോളിനെ ഫീച്ചർ ചെയ്തിട്ട് ഒരു സോങ് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. പടത്തിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 2 ദിവസം നമുക്ക്
സോങ് ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു, പ്രൊമോ സോങ്. അപ്പൊ അത് കറക്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റി. അതായത് ഈവൻ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം ആയപ്പോൾ ഗ്യാപ്പ് കിട്ടി. ആക്ച്വലി ഫുൾ ഹെൽഡപ്പ് ആയിരുന്നു, എങ്കിലും നമ്മൾ അത് 2 ദിവസം കൊണ്ട് തീർത്തു. അപ്പൊ അതിനൊരു ലീഡ് കൊടുക്കുക, അതാണ് നമ്മളുടെ ആ ഡിസ്കഷൻ. ഇപ്പൊ എന്റെ നിവിന്റെ ഡിസ്കഷൻ, അതിന് പഴയ ലീഡ് നമുക്ക് എടുത്തിടാലോ, ബ്രോ അങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ലീഡിൽ പുള്ളിയുടെ ആ സെയിം നിവിൻ പോളി ഇനി ഞാൻ പ്രൊമോഷന് വരില്ല നമ്മൾ ട്രാക്കിൽ നേരെ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ വെദർ ബീറ്റ് ട്രെയിലർ, ടീസർ, അല്ലെങ്കിൽ എന്താ പ്രൊമോ സോങ്, എന്താണെങ്കിലും അതിലൊരു കണ്ടന്റ് വേണം. അപ്പൊ ആ കണ്ടന്റ് ഈ പറഞ്ഞ പോലെ ആ മല്ലു എന്ന് പറയുന്ന ആ ഒരു ഫോറിനറിനെ വെച്ച് ആ വാക്ക് വെച്ച് നമ്മൾ ഫുൾ വർക്ക്ഔട്ട്. ഡിജോന്റെ ആക്ടിങ്ങിനെ പറ്റി വലിയ അഭിപ്രായമില്ല. ഇല്ല ഒരു അഭിപ്രായമില്ല. ഡിജോ ചെയ്യണം എന്തായാലും 100% എന്തെങ്കിലും ചെയ്യണം ആക്ടിങ് റോൾസ് വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ജനഗണമന ആ റോൾ ചെയ്ത്, അല്ലെങ്കിൽ ക്വീനിൽ ഞാൻ ചെറിയ റോൾ ചെയ്ത അത് നമുക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തു. അതൊരു പ്രൊഫസർ റോളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഇതൊക്കെ ബേസിക്കലി കുറെ നമുക്ക് ഈ പറഞ്ഞ ഷാരിച്ചാണ് ഇത് ഇങ്ങനെ ചെയ്താലേ എന്നൊക്കെ പറഞ്ഞാൽ അവന്റെയും കുറെ ഇൻപുട്സ് ഉണ്ട്. അവനും നമ്മുടെ അടുത്ത് പറയും ചെയ്യും, അപ്പൊ അത് രസമാണ്. അതല്ല ബേസിക്കലി അങ്ങനെ ആക്ടിംഗ് ഒന്നും നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, രസമായിട്ടേ. പിന്നെ ഈ പറഞ്ഞാല് 1ഉം 2ഉം രണ്ടാമത്തെ പടത്തിലെ ആ ഒരു സീനാണ് ഭയങ്കര ക്രൂഷ്യൽ. അയ്യോ അത് ഓൺലി സീൻ ഇൻ കേരള ഫുൾ സിനിമയില് അത് പക്ഷെ ചെയ്യാൻ സീനാണ്. അവിടെ ഞാൻ ആക്ച്വലി ഷാരിസും ഞാനും ഡിസ്കഷൻ, അതാ ഞാൻ പറയും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ബേസിൽ അവൻ പറഞ്ഞു വിടാം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു 50s ഒരു ക്യാരക്ടർ വന്ന് ചെയ്ത അപ്പൊ ഒരു മിഥുന. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ല യൂത്തിന്റെ ഇടയിൽ നിൽക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സംബഡി ഇൻ ദ യൂത്ത് എന്നൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്ത് അവസാനം ഞാൻ ചെയ്യാൻ പറഞ്ഞു. അവന് ലേഡി ചെയ്യണോ അങ്ങനെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറിലൂടെ. അത് ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ്. അതിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഓപ്പോസിറ്റ് ഉള്ള ആളാണ് നിവിൻ പോളി. ഭയങ്കര ഭയങ്കര രസമല്ലേ. അതായത് ആ പുള്ളിയുടെ കൂടെ നിക്കാന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. അത് പുള്ളിയും ഭയങ്കര രസമാണ്. ഈവൻ സെറ്റിൽ പോലും അൺലൈക്ക് ക്വീൻ ആൻഡ് ജനഗണമന ഇതില് ഭയങ്കര പ്രഷർ ഉണ്ടെങ്കിൽ ഓരോ സീനിലും ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്. ബേസിക്കലി ഇങ്ങനെയാണല്ലോ. പിന്നെ സീനൊക്കെ ഒരുവിധം ഫണ്ണും അങ്ങനത്തെ അല്ലേ, അപ്പൊ ഭയങ്കര ഒരു സമാധാനമുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എല്ലാം ഓവറോൾ ഈ സിനിമയിലും അതുണ്ട്. ഫീൽ ഗുഡ് ഫിലിം. അതൊരു സൈഡ്, ഡിജോന്റെ സൈഡ് ഒരു കാര്യം. പക്ഷെ ഈ സെറ്റില് ധ്യാന മാനേജ് ചെയ്യലും അവരുടെ ഒരു കെമിസ്ട്രിയും അതെന്താണ് ധ്യാന ഒരു രക്ഷയില്ല. കുറച്ച് കാരണം ഇതിപ്പോ എല്ലാരും പറയില്ലേ വടക്കനില് നിവിൻ ശരിക്കും ധ്യാനാണ്, മറ്റേ ലവാക്ഷൻ ഡ്രാമയില് നിവിൻ ശരിക്കും ധ്യാനാണ്. ഈ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവില്ല ആരാരാണ്, മനസ്സിലായില്ലേ? അവരുടെ ഒരു വൈബ് ഉണ്ടല്ലോ. പക്ഷെ വിശാലെ എനിക്ക് തോന്നുന്നു ധ്യാനൊരു അങ്ങനെയല്ല കേട്ടോ. നിവിൻ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ധ്യാൻ ഈ പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ വർഷങ്ങൾ കാണുമ്പോഴും നമുക്കറിയാലോ. ഞാൻ ധ്യാനോടും പറഞ്ഞിട്ടുണ്ട് കപ്പാസിറ്റി ഭയങ്കര കിടിലൻ ആക്ടറാണ്. പക്ഷെ പുള്ളി പറയുന്ന പോലെ തന്നെ കേട്ടോ, ഇല്ല അളിയാ ഞാൻ ഇല്ല അളിയാ പുള്ളി ഓപ്പൺ ആയിട്ട് പറയും. ഈ മറ്റേ എന്താ പറയാ എക്സാമിനൊക്കെ ഒന്നും പഠിച്ചില്ലാന്ന് വന്നിട്ട് 100 മാർക്ക് പക്ഷെ എനിക്കൊന്നും ഞാൻ വിനീതന്റെ അടുത്തൊക്കെ നമ്മുടെ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോ വിനീതൻ പറയണ അവൻ മാറി നിന്ന് പെർഫോം പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ. പക്ഷെ എനിക്കറിയില്ല അത് സീരിയസ് ക്യാരക്ടർ ആണ്. പക്ഷെ നമ്മുടെ ശരിക്കും പറഞ്ഞ പുള്ളി ഭയങ്കര രസമായിരുന്നു. നിവിന് ഭയങ്കര ആപ്റ്റ് ഒരു കോമ്പിനേഷൻ. ഇപ്പൊ നമ്മൾ കണ്ടിരുന്ന നിവിൻ അജു കോമ്പിനേഷൻ അല്ലേ, അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ശരിക്കും ധ്യാൻ വന്നപ്പോ ഭയങ്കര ഒരു രസം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷ. രണ്ടുപേരും സെറ്റിൽ ഭയങ്കര അതേ പറഞ്ഞേ. ഇവര് രണ്ടുപേരും നമ്മൾ കൂടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറെ കോമഡി ഉണ്ട്, തമ്മിൽ തള്ളലും ചിരിയും. ഭയങ്കര ഫണ്ണായിരുന്നു ഇവരുടെ കോമ്പിനേഷൻ. ആൻഡ് ധ്യാൻ, അനശ്വര, പിന്നെ മഞ്ജു ചേച്ചി. അനശ്വര ഭയങ്കര രസമാണ്. നല്ല രസമുണ്ട്. അപ്പൊ 2 ക്വസ്റ്റ്യൻ എനിക്ക് ഷാരിസ് തന്നെ അയച്ചു തന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാരിസ് ചോദിക്കാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ വോയിസ് നോട്ട് പ്ലേ ചെയ്യാം. അവനോട് ഫോമിൽ ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചോദിക്കുമ്പോ ഫോണിൽ തെറി വിളിക്കാം. ബ്രോ എനിക്ക് തോന്നണേ ഡിജോനോട് ചോദിക്കാനേ, നാളെ ഒരു വേറെ റൈറ്ററിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എന്റെ എന്ത് ട്രൈറ്റ് ആയിരിക്കും അവൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക, പിന്നെ എന്റെ എന്ത് ട്രൈറ്റ് ആണ് അവൻ പുതിയ റൈറ്ററിൽ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുക? രണ്ടും ചോദിച്ചോ. സെറ്റായിട്ട് അയച്ചിട്ടുണ്ട്, സിൻസിയർ ആയിട്ട്. അല്ല അത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു അവന്റെ കംഫർട്ട്, ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് ഭയങ്കര വർക്കാ. എനിക്ക് വർക്ക്, അവനും വർക്കാ. അപ്പൊ അതാണ് നമ്മൾ കണ്ടിന്യൂസ്ലി സിനിമ ചെയ്യുന്നത്. അവൻ വേറെ പടം ചെയ്യുന്നുണ്ട്, അവൻ 150 പടം വേറെ ചെയ്യുന്നുണ്ട്, വേറെ കാര്യം. വേറെ വലിയ പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പൊ 3ാമത്തെ സിനിമയായിട്ടുള്ളൂ. അപ്പോൾ അവന്റെ നല്ലൊരു ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ്. അതെനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്ന
പക്ഷെ അവൻ എങ്ങനെയാണ് മറ്റു ഡയറക്ടേഴ്സിന്റെ അടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനും അവനും തമ്മിൽ സിങ്കാണ്. അവന് ഞങ്ങൾ തമ്മിൽ മച്ചാൻ പരിപാടിയാണ്. ഒരേ കാറ്റഗറി. ഭയങ്കര ട്രോളിംഗ് ആണ്. എടാ ഇത് തല്ലിപ്പൊളിയാടാ എന്തുവാടേ. അപ്പൊ അവൻ തന്നെ എന്റെ അടുത്ത് എന്റെ പൊന്നടിച്ചൊരു നീ മോശം. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അത് ഭയങ്കര വർക്കാ. അതെനിക്ക് തോന്നുന്നു വേറെ റൈറ്റേഴ്സിൽ കിട്ടാൻ പാടാ. കാര്യം ഞങ്ങൾ വന്നത് അങ്ങനെയല്ലേ, മറ്റു റൈറ്റേഴ്സിൽ അത് കിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. അത് ഞാൻ ചിലപ്പോൾ മറ്റുള്ളവരിൽ മിസ് ചെയ്യും. രണ്ടാമത് എനിക്ക് തോന്നുന്നു അവന്റെ ദേഷ്യം ഉണ്ടല്ലേ ഷാരിസിനോ? എനിക്കോ ഷാരിസിന് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ ഒരു അവൻ ചുമ്മാ ഈ പുറത്തെല്ലാവരും അവൻ ഭയങ്കര എന്നൊക്കെ പറയാം. അവൻ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാ. ബേസിക്കലി ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനഗണമല്ല മാഷിന്റെ ക്യാരക്ടർ ഇവൻ ബേസിക്കലി ടീച്ചറാണ്. അപ്പൊ ഞാൻ അവന്റെ ട്രേറ്റ് ആണ്. അവന് എപ്പോഴും ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് നടക്കും. അവന് ഷർട്ട് പരിപാടീസാ. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം അവനെ പോർട്രേ ചെയ്താണ് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അവൻ നല്ല ലെക്ചറർ ആയിരുന്നു എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പഠിപ്പിക്കാനും ഒക്കെ ഒരു മാഷ് പരിപാടിയാ. അപ്പൊ അല്ല അതുകൊണ്ട് കേട്ടോ റൈറ്റിങ്ങിലും ഉണ്ട്. നമ്മളെ കൊച്ചായിട്ട് അവൻ കൊച്ചിനെ പോലെ അത് കറക്റ്റ് ആണ് അതേപോലെ എല്ലാം പോലെ ടീച്ചർ ആവല്ലേ എന്നൊക്കെ പറയും. അത് ഞങ്ങളുടെ ഫൺ സൈഡാ. അപ്പൊ അതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന എലിമെന്റ് അതാണ്. അതായത് ആ കംഫർട്ട് ചിലപ്പോ എനിക്ക് വേറൊരു സ്ഥലത്ത് മിസ് ചെയ്യും. ഒട്ടും മിസ് ചെയ്യാവത്തെ അതാണ് ഞാൻ ചോദിച്ചത്. അടുത്ത് ഒട്ടും മിസ് ചെയ്യില്ല. മറ്റേ ഷാരിസിന്റെ ഒരു സ്വഭാവം ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം. അങ്ങനെ അവന്റെ ഈ പറഞ്ഞ അതാണ് നേരെ ചൂടൻ എന്ന് പറഞ്ഞത്. ബേസിക്കലി അവൻ ഷോർട്ട് ടെമ്പേർഡാ. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ്. കാരണം ഒരു സ്പീച്ച് ഉണ്ടായിരുന്നല്ലോ ഷാരിസിന്റെ, കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഷാരിസിന് ഈ സൈഡ് ഉണ്ടോ, ഇത്രയും സീരിയസ് ആയിട്ട്. അവൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാ. അവൻ ആക്ച്വലി എനിക്ക് പക്ക അറിയാം. അവൻ ഇപ്പൊ ഞാൻ അവനോട് സംസാരിച്ച് എനിക്കറിയാം അവനത് വർക്ക് ആവണില്ല. ഏത് സിനിമയല്ല വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യം പറഞ്ഞു എടാ അത് അങ്ങനെയാണോ നല്ലതെന്ന് പറയും. അപ്പൊ അവന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാവും ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ദ റൈറ്റ് വേ. അപ്പൊ തന്നെ ശരിയടാ കട്ട് ചെയ്യും. കാര്യം ഒരു 10 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചോദിച്ചാൽ ഓക്കെ ആ വൈബ് വരും. അപ്പൊ ആ സാധനം എല്ലാവർക്കും ചിലപ്പോ അങ്ങനെയല്ല. ഞാനൊന്നും അത്ര ഷോർട്ട് ടെമ്പേർഡ് ഒന്നുമില്ല. ഞാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഞാൻ ലൂസായാൽ ലൂസാവും. ഭയങ്കര ബാഡ് ടെമ്പർ ഉള്ള. അപ്പൊ ഞാൻ പറഞ്ഞത് ഷാരിസിന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഷോർട്ട് ടെമ്പർ ഉണ്ട്. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ വേറെന്താ ബാക്കി ഞങ്ങൾ സിങ്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അവനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഓവർ ട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു എന്നെ. അത് ഇച്ചിരി അതെ. പക്ഷെ ഈ പടത്തിലൊക്കെ അവനുണ്ടായിരുന്നു ഫുൾ ടൈം. ഞാൻ വാശി പിടിച്ച് എടാ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എടാ നീ സെറ്റ് എന്നൊക്കെ പറഞ്ഞ ആ പരിപാടി. പക്ഷെ എനിക്ക് തോന്നുന്നു അവൻ എല്ലാ സിനിമയിലും അങ്ങനെയല്ല. ഞങ്ങൾ തമ്മിലുള്ള അപ്പൊ അവന്റെ വേറെ സൈഡ് അതാ. ബിക്കോസ് ഈ ട്രസ്റ്റ് മീ ലോട്ട്. അപ്പൊ അത് അവന് എനിക്ക് തോന്നുന്നു കുറച്ച് മറ്റ് സ്ഥലത്ത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ഫൈനലി ഇതിപ്പോ അല്ലെ 10 ദിവസം കൂടെ റിലീസിന്. അതെ. ആ ക്വീന്റെ ആ ഒരു റിലീസ് ഫ്രൈഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു അന്നത്തെ ഒരു മൂഡും അവസ്ഥയും? കാരണം ഫസ്റ്റ് ഫിലിം അല്ലേ. അയ്യോ അത് ബേസിക്കലി എന്താ പറയാ, നമ്മള് ഒന്നുമില്ലാതെ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് പുതിയ പിള്ളേരെ വെച്ചിട്ട് 6 years ആയി. എല്ലാരും ആരും ഇല്ലാതെ നമ്മളൊരു സിനിമ ചെയ്ത് ഭയങ്കര പാടാ വിശാല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാര്യം സിനിമ മോശമായിരിക്കാം, സിനിമ നല്ലതായിരിക്കും, ചിലപ്പോൾ ഗംഭീരമായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. അത് അതിന്റെ ഫസ്റ്റ് സിനിമ അത് ഈ പറഞ്ഞ എല്ലാ പുതിയ ആൾക്കാരെ വെച്ച് നമ്മളത് പ്രൂവ് ചെയ്ത ദിവസം അതൊരു നമുക്ക് ഭയങ്കര ഒരു ലിറ്ററലി ദൈവാനുഗ്രഹം എന്താ പറയാ. പിന്നെ എഫേർട്ട്, ടീം എഫേർട്ട്. നമ്മൾ പോകാത്ത കോളേജ് ഇല്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അന്നത്തെ ആ നമുക്ക് വന്ന ക്രൗഡ് ദാറ്റ് വാസ് പ്യുവർ ക്യാമ്പസ് സിനിമ ചെയ്ത് ക്യാമ്പസിൽ നിന്ന് തന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരൊക്കെ കുടുംബജീവിതമൊക്കെ നയിക്കുമായിരിക്കും. ആഫ്റ്റർ ക്യാമ്പസ് എല്ലാവരും മാറി. പക്ഷെ അവരെല്ലാവരും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ സിനിമ സൂപ്പർ ഹിറ്റായത്. അത് 55 days അത് തിയേറ്ററിൽ ഓടിയില്ല. അപ്പൊ അന്ന് അയ്യോ ഈവൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹാർഡ് ഡിസ്ക് പോലും അതിന്റെ ക്യൂബിന്റെ അല്ല ഏത് PXD ആണോ ഏതിനാ അറിയില്ല, സ്ക്രാബിളിന്റെ ആണോ, അത് ഞാനിങ്ങനെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് എവ്വളോ ടൈം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനാ ഡയറക്ടർ ഹാർഡ് ഡിസ്ക്. അപ്പൊ അങ്ങനെ വരെ ഞാൻ അവിടെ എത്തുമ്പോ തിയേറ്ററിൽ ഒരു മനുഷ്യനില്ല. അപ്പൊ ഞാൻ ഷോക്കായി. സവിതയിലായിരുന്നു സംഭവം. 12:30 എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ വന്ന് കേറുമ്പോ ഫുൾ ആൾക്കാർക്ക് ഇരിക്കാനൊന്നും. പക്ഷെ ബേസിക്കലി നമ്മുടെ അപ്പൊ അന്ന് ഭയങ്കര ആളുണ്ടായിരുന്നു. അന്നൊന്നല്ല, പിന്നീട് ആ സിനിമ അങ്ങനെ വിജയിക്കും. അതെ. ഫസ്റ്റ് ഡേ ഈ പറഞ്ഞ പോലെ സിനിമ നമ്മളൊരു വിജയിച്ചു. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇറങ്ങി വന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് സിനിമ ഒരു ഇമോഷനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയും ജനഗണമനയ്ക്കും ഒക്കെ നമുക്ക് ആ ഒരു
അതൊന്ന് അച്ചീവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. ലെറ്റ് ഇറ്റ് ബി, അതിങ്ങനെ നടക്കട്ടെ. അതെ. പിന്നെ അവസാനമായിട്ട് അല്ലെ, ഇതുപോലത്തെ ഒരു സ്ട്രീക്ക് ഡിജോന് ഓർമ്മയുണ്ടോ? മലയാള സിനിമയ്ക്ക് ഇപ്പോഴൊരു സ്ട്രീക്ക് ഉണ്ടല്ലോ, ഈ എനിക്ക് ഓർമ്മയില്ല ഇത്രയും അടുപ്പിച്ച്. അയ്യോ, അതിൽ ശരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അയ്യോ കണ്ടിട്ടുണ്ട് അതായത് നമുക്ക് ഭയങ്കര ഹാപ്പി. അതായത് പ്രേമലു, ഈവൻ അന്വേഷിപ്പും കണ്ടെത്തും, ബ്രഹ്മയുഗം, മഞ്ഞുമേല്, എന്താ പറയാ, ഇനി ഇപ്പൊ ഇറങ്ങിയ വർഷങ്ങള്, ആവേശം, എല്ലാ പടം അടിക്കുമ്പോ സത്യം പറഞ്ഞാ നമ്മൾ ഭയങ്കര പ്രൗഡാ. അപ്പൊ അതിന്റെ നമുക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് ഇപ്പൊ കിട്ടും അല്ലേ? കിട്ടട്ടെ, പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ വലിയ എക്സ്പെക്ടേഷൻ. അയ്യോ ആടുജീവിതം അതൊരു ഗംഭീരം. ഞാൻ എന്തെങ്കിലും പടം വല്ല മിസ്സായിട്ടുണ്ടെങ്കിൽ കാര്യം എല്ലാ പടം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. അതോടെ നമ്മുടെ ഇൻഡസ്ട്രി പുറമേ നിന്ന് നോക്കുമ്പോണ്ടല്ലോ, മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രൗഡാ. നമ്മൾ അതിലത്തെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡ് മൊമെന്റാ. പിന്നെ അതേ ഈ സ്ട്രീക്കില് നമുക്കൊരു സിനിമ ഇറക്കാൻ പറ്റിയല്ലോ 2024. അതിൽ നമുക്കൊരു സിനിമ ഇറക്കാൻ പറ്റിയത് തന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. മലയാളി ഫ്രം ഇന്ത്യ നന്നായി വരട്ടെ, പ്രാർത്ഥിക്കാം. Yeah, hope Malayali from India becomes the next film on this list. അല്ലേ, വരട്ടെ പ്രാർത്ഥിക്കാം. കൊച്ചു വലിയ സിനിമയാണ്, അത് എല്ലാവരും സ്വീകരിക്കട്ടെ. എല്ലാ മലയാളികൾക്കും അതൊരു നമുക്കൊരു ട്രിബ്യൂട്ടായിട്ട് ചെയ്യാൻ. ഇറ്റ്സ് നോട്ട് എന്താ വലിയ എക്സ്പെക്ടേഷനൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിവിൻ പോളിയുടെ ധ്യാനും അനശ്വരയും മഞ്ജുപിള്ളയൊക്കെ ഉള്ള, എന്നാൽ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു കഥ ഒളിച്ചിരിപ്പുണ്ട്. നല്ലൊരു സിനിമ, ഒരു സോളുള്ള ഒരു കഥയുള്ള ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുമായിരിക്കും. പ്രാർത്ഥിക്കാം, നന്നായി വരട്ടെ. അതായിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? ഉറപ്പായും. ഓക്കെ ഡിജോ, താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ചാറ്റ്.